ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വഴി ചോദിക്കാനാണ്. ഒരു സ്ഥലത്ത് ഇന്ത്യക്കാരെ നടുവിൽ പെട്ടുപോയി നമുക്ക് അവരോട് വഴി ചോദിച്ചു പോകണം. മുജേ റെയിൽവേ സ്റ്റേഷൻ ജാന ഹെ ജനാബ്. ബഹുമാനത്ത് ചോദിക്കണം കേട്ടോ, അല്ലെ പറഞ്ഞു തരൂല. മുജേ റെയിൽവേ സ്റ്റേഷൻ ജാന ഹെ, റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇനി അതല്ല, നിങ്ങൾ ഒരു ഫലാന സ്ഥലം, ഫലാന നിശ്ചിത, ഫലാന ജഗ എന്നാ പറയാം. ഫലാന ജഗ ജാന, ഫലാന ജഗ ജാന, ഒരു ഇന്ന സ്ഥലം പോകുക എന്ന് പറയാം. നിങ്ങൾക്ക് അവിടെ ഒരു ഓഫീസ് തേടി പോവുകയാണ്. അങ്ങനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ ഓഫീസിൽ പോകണം. അപ്പോൾ ചോദിക്കണം, ഉദാഹരണം ഗൾഫ് എന്ന് പറയുന്ന ഗൾഫ് ട്രാവൽസ് ഓഫീസ് എവിടെയാണ് എന്ന് ചോദിക്കാം. ഗൾഫ് ട്രാവൽസ് ഓഫീസ് കഹാ ഹേ, അത്രയേ ഉള്ളൂ. കിദർ ഹേ എന്ന് ചോദിക്കാം, കഹാ ഹേ, ഹേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ. ഓക്കെ, ഓ ട്രാവൽസ് കഹാ ഹേ, ഓ റെയിൽവേ സ്റ്റേഷൻ കിദർ ഹേ, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഒന്നാമത് പഠിച്ചു. രണ്ടാമത്തെ യഹാൻ സെ കിത്തന ദൂർ ഹേ, അവിടെ കിത്തിനി ദൂർ എന്നാണ് അതിൻ്റെ കറക്റ്റ്. പറയുമ്പോൾ കിത്തന ദൂർ എന്നൊക്കെ പറയും. ഈ കിത്തിനി ദൂർ ഹേ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അപ്പോൾ ഒരു പക്ഷെ അവർ പറയും ബഹു നസ്ദീക് ഹേ, അടുത്ത് എന്നതിന് നസ്ദീക് അല്ലെങ്കിൽ ഗരീബ് എന്നും പറയും. അതൊരു ഉറുദു വേർഡാണ്, ബഹു നസ്ദീക് ഹേ. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാണെന്ന് പറയുന്നത് ആസ്പാസ് ഹേ എന്ന് പറയും. ആസ്പാസ് ഹേ എന്ന് പറയും. അതൊക്കെ സാധാരണക്കാരുടെ കൊളോക്കിയൽ സംസാര ശൈലിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പറയാണ് നമ്മൾ, പിന്നെ യഹാൻ സെ പൈദൽ ജാ സക്തേ ഹേ, പൈദൽ ജാനാണ് നടന്നു പോവുക. ഗാഡി പേ ജാന ജറൂർ ഹേ, ഗാഡി പേ വണ്ടിയിൽ. അപ്പം ഗാഡി പേ ജാനാ ഹേ യാ പൈദൽ ജാ സക്തേ ഹേ ജനാബ്, നമുക്ക് വണ്ടിയിൽ പോകണോ അതല്ല നടന്ന് പോകാൻ പറ്റുമോ? ജാ സക്തേ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? ഓക്കെ, അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രസ്ത, കോൺസെ രസ്ത ബഹ്തർ ഹേ. രസ്ത എന്ന് പറഞ്ഞാൽ രാസ്ത എന്നാണ് സാധനം, പക്ഷെ പലവർ രസ്ത എന്നൊക്കെ പറയുള്ളൂ. കോൺസെ രസ്ത, അബ് സീതി രസ്ത പേ ചലിയേ. സീതി രസ്ത എന്ന് പറഞ്ഞാൽ നേരെ വഴി. സീതി രസ്ത പേ ചലിയേ, ആകെ ഏക് സിഗ്നൽ ഹേ, വഹാൻ സെ ദായേ തറഫ് മൂട്ട് ലീജിയേ. ദായേ തറഫ് മുട്ട് ലീജിയേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വലതേ ഭാഗത്തേക്ക് തിരിഞ്ഞോളൂ. ദായേ തറഫ് ബായേ തറഫ്. ഓക്കെ, അപ്പോൾ സീതാ ജാന, നിങ്ങൾ ലോകത്താകെ അറബികൾ കൂടി പറയുന്നൊരു വേർഡാണ് സീതാ ജാവോ, സീതി കരോ. അപ്പോൾ സീത എന്ന് പറഞ്ഞാൽ നേരെ എന്നാ. ഈ ആദ്മി സാദാ സീത ആദ്മി എന്ന് പറയും. ഈ ആദ്മി സാദാ സീത, ഇയാൾ നേരെ പോൻ്റെ ആളാണ്. നിങ്ങൾ പഠിച്ചു ചൊല്ലിട്ട് നേരവാ മേ സാദാ സീത ആദ്മി എന്ന്. അപ്പോൾ ഇവിടെ മേ സാദാ സീത ആദ്മി ഹൂ എന്ന് പറയാം. അപ്പോൾ സീത രസ്ത പേ ചലിയേ, ആകെ ഇഷാറ സെ ദായേ തറഫ് മൂട്ട് ലീജിയേ, അവിടെ വെച്ചുകൊണ്ട് വലത് തിരിഞ്ഞു പോവുക. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് വാക്ക് പഠിച്ചു. ഒന്ന് നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, പിന്നെ രാസ്ത പഠിച്ചു, അതേപോലെ ദൂര് പഠിച്ചു, അതേപോലെ തന്നെ ജഗ്ഗ പഠിച്ചു, കൊൻസെ ജഗ്ഗ, ഇങ്ങനെ കുറേ വാക്ക് പഠിച്ചു. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെ ഒട്ടും അറിയാത്ത ആളുകൾ എൻ്റെ ഈ സീരീസ് കഴിയുമ്പോൾ നന്നായി സംസാരിക്കുന്നവരായി മാറണം. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ധന്യവാദം.